ജനൽക്കാരും ഇങ്ങനെ പെണ്ണന്വേഷിച്ച് നടക്കുക. അപ്പോൾ ഈ വിവരം ജനൽക്കാരുടെ നീക്കങ്ങൾ വച്ചിയാൻ നമ്മുടെ വാസുകി, കാരണം വാസുകിയുടെ പെങ്ങളാണ് ജനൽക്കാരു എന്ന് പേരുള്ള സ്ത്രീ, അവരെ വിവാഹം ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ആ സന്താനമാണ് സർപ്പസത്രം നിർത്തുക. അപ്പോൾ വാസുകി ചാരന്മാരെ വിട്ട് ഈ വിവരം ചാരന്മാർ വന്നിട്ട് വാസുകിയോട് പറഞ്ഞു, ജനൽക്കാരു പെണ്ണന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പം ഏലാപുത്രൻ പറഞ്ഞു, ഏലാപുത്രനാണ് ഈ കഥയൊക്കെ പറഞ്ഞത്. ഈ ബ്രഹ്മാവ് സർപ്പസത്രം നിർത്താൻ വേണ്ട പരിഹാരം നിർദ്ദേശിച്ചു. അത് ജനൽക്കാരു എന്ന മഹർഷിക്ക്, ജനൽക്കാരു എന്ന സ്ത്രീയിൽ വാസുകിയുടെ പെങ്ങളിൽ ഒരു സന്താനം ഉണ്ടാവും. ഉടനെ വാസുകി ആ പെങ്ങളെ ജനൽക്കാരു മഹർഷിക്ക് കല്യാണം കഴിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞ് ജനൽക്കാരു മഹർഷിയുടെ അടുത്തേക്ക് ഈ കുട്ടിയെ കൊണ്ട് വാസുകിയും മറ്റാൾക്കാരും ഇങ്ങോട്ട് പോയി. അപ്പോൾ ജനൽക്കാർ ചോദിച്ചു, ആരാ? വാസുകിയാണ്, ഇതെൻ്റെ പെങ്ങളാണ്. ഇവിടെ പേരെന്താ? ജനൽക്കാരു. അതെയോ, എന്നാൽ ഞാൻ കല്യാണം കഴിക്കാം. പിന്നെ 2-3 കണ്ടീഷൻ ഉണ്ട്. എന്താ? ജനൽക്കാരു ആദ്യത്തെ കണ്ടീഷൻ ഒത്തു, പേര് രണ്ടാളുടെ ഒന്ന് തന്നെയാണ്. രണ്ടാമത്തെ കണ്ടീഷൻ, ഇവളെ എനിക്ക് ഭിക്ഷയായിട്ട് തരാം. മൂന്നാമത്തെ കണ്ടീഷൻ, ഇവളെ ഞാൻ നോക്കില്ല. അതായത് നോക്കില്ല എന്ന് പറഞ്ഞാൽ ചിലവിന് കൊടുക്കാതൊന്നും ഉണ്ടാവില്ല, വേണ്ട. നാലാമത്തെ കണ്ടീഷൻ ഇനിയുണ്ടോ? അതെന്താ? എനിക്കെതിരെ എന്തെങ്കിലും അപ്രിയം പറഞ്ഞാൽ, എനിക്ക് ഇഷ്ടമല്ലാത്തതോ എനിക്ക് ഹിതമല്ലാത്തതോ എനിക്ക് പ്രിയമല്ലാത്തതോ എന്തെങ്കിലും വാക്കോ നോട്ടോ പെരുമാറ്റോ ഇവളുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അപ്പം ഞാൻ ഡൈവോഴ്സാവും, ഞാൻ ഇവളെ വിഷു പോവും.